ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ നമ്മൾ കുറേ ദിവസമായല്ലേ ഏതെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു ബ്രിഞ്ചോൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനിടയിൽ കൂടെ മോളിവിടെ വന്ന് ഭയങ്കര സംസാരവും അവൾക്ക് ഇടയ്ക്ക് അവളുടെ തല ഒന്ന് ക്യാമറയിൽ കാണിക്കണം, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. അപ്പോൾ ഇത് കാണിച്ചതാണ് ഞാൻ. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു വലിയ ബ്രിഞ്ചോളാണ് കേട്ടോ എടുത്തത്. ഇന്നാളും നമ്മൾ വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയപ്പോൾ മോൻ ഇതെടുത്തിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഫ്രൈ ചെയ്ത് തരണം. ഞാൻ സാധാരണ ഇത് വാങ്ങിക്കാറില്ല, എനിക്ക് ചെറിയ ബ്രിഞ്ചോൾ അത് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളൂ. അപ്പോൾ മോൻ എന്തായാലും എടുത്തതല്ലേ എന്ന് വെച്ചാൽ അവന് ഞാനൊരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചിടാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ കൂടെ മോളതേ അവളുടേതായിട്ടുള്ള കുറേ കയ്യെങ്കിലും ഒന്ന് കാണണം അവൾക്ക് വീഡിയോയിൽ. എന്തായാലും അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിൽ എല്ലാ മസാലയും മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബ്രിഞ്ചോളിലേക്ക് ചേർക്കാം. മസാലയ്ക്ക് വേണ്ടി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇപ്പോൾ തട്ടിയത് എന്താണെന്നറിയോ, ഗരം മസാല കേട്ടോ. ഗരം മസാല ഞാൻ ബൈ മിസ്റ്റേക്ക് മുളക് പൊടിയുടെ പാത്രത്തിലേക്ക് ഇട്ട കാരണം കൊണ്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ വേണം, കുറച്ച് മാത്രം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വിനെഗർ, അതുപോലെ തന്നെ തൈര്. വിനെഗർ അല്ലെങ്കിൽ തൈര് ഏതെങ്കിലും മതി, ഞാനൊരു ഭംഗിക്ക് രണ്ടും കൂടി ഇട്ടുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടണമെങ്കിൽ അത് ലാസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് അത് ബ്രിഞ്ചോളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് വറുക്കുന്നത്. അപ്പോൾ വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ആ കറിവേപ്പിലയുടെയും കൂടി ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടും. ഇനി വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രിഞ്ചോൾ ഉണ്ടല്ലോ ഇത്തിരി കട്ടിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. സാധാരണ മറ്റേ ചെറിയ ബ്രിഞ്ചോൾ ഞാൻ അധികം കട്ടില്ലാണ്ട് അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വടി പോലെ വറുത്ത് കോരി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇത്തിരി ഇങ്ങനെ സോഫ്റ്റായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി കട്ടിക്ക് വറുത്തിട്ട് ഈ ഒരു പരിവാകുമ്പോൾ തന്നെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ശരിക്കും നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ഒക്കെ കഴിച്ചൊരു ഫീൽ പോലെ തോന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ബ്രിഞ്ചോൾ ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.